വെൽക്കം ബാക്ക് ടു ടോയ്സ് ഓൺ ബോർഡ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കാർ കളക്ഷൻസിലുള്ള കുറച്ച് ജർമ്മൻ ഐറ്റംസിനെ പരിചയപ്പെടാം. അതായത് നമ്മുടെ ജർമ്മൻ ആൾക്കാരായ പോർഷെ, BMW, മെർസിഡസ് തുടങ്ങിയ മോഡൽസിലെ കുറച്ച് ആൾക്കാരെ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് BMW X6 എന്ന മോഡലിൻ്റെ ഒരു കുഞ്ഞ് ഡൈകാസ്റ്റ് മോഡലാണ്. ഇത് 1:43 സ്കെയിലിൽ ആണ്. കറക്റ്റ് ആണോ എന്നറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. 1:43 സ്കെയിലുള്ള ഒരു കുഞ്ഞൻ ഡൈകാസ്റ്റ് കാറാണിത്. ഇതിൻ്റെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ്, പുൾ ബാക്ക് മെക്കാനിസമാണ്, ബാറ്ററി ഓപ്പറേറ്റഡ് അല്ല. ഒരു ലോ ബഡ്ജറ്റ് ഡൈകാസ്റ്റ് കാറാണ് കേട്ടോ. ഒരു 250-300 രൂപ റേഞ്ചിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡോഴ്സ് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡോർ ഓപ്പൺ ആയിട്ടുള്ള വ്യൂ. ഡാഷ് ബോർഡും സ്റ്റിയറിങ്ങും ഒക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വരുന്നത് ബ്ലാക്ക് തീമിലാണ്. ഇനി ഈ X6-ൻ്റെ തന്നെ പഴയ മോഡൽ X6-ൻ്റെ ഒരു കുഞ്ഞ് മോഡലാണ്. ഇത് 1:64 സ്കെയിലിലാണ്. പക്ഷേ ഇതൊരു ചീപ്പ് മോഡലാണ് കേട്ടോ. ഒരു 100 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഡോഴ്സ് ഓപ്പണബിൾ അല്ല. കൂടാതെ ഇതിൻ്റെ മെറ്റീരിയൽ മെറ്റലല്ല, പകരം പ്ലാസ്റ്റിക്കാണ്. എന്നാൽ അത്യാവശ്യം ക്യൂട്ട് ലുക്കിലുള്ള ഒരു കുഞ്ഞ് X6 തന്നെയാണ് ഈ ഒരു മോഡൽ. അടുത്തത് ഞാൻ കാണിക്കാൻ പോണത് പോർഷയുടെ കെയിൻ എന്ന SUV-യുടെയാണ് ഒരു ഡൈകാസ്റ്റ് മോഡലാണ്. ഇത് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ളൊരു മോഡലാണ്. കാരണം ഞാൻ കളക്ഷൻ തുടങ്ങിയ സമയത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വീണിട്ടുണ്ട്. അത്യാവശ്യം ഗ്ലാസ്സൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. എന്നാലും പുൾ ബാക്ക് മെക്കാനിസം, അതോടൊപ്പം തന്നെ 2 ഡോഴ്സും ഓപ്പണബിൾ ആണ്. പിന്നെ ഇൻറ്റീരിയർ വരുന്നത് ബ്ലാക്ക് തീമാണ്. അത്യാവശ്യം നല്ല ഒരു 1:43 സ്കെയിലുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം തന്നെയാണിത്. ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. സ്റ്റിയറിംഗ് വീലും ഡാഷ് ബോർഡും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിലും തന്നെ ഇൻറ്റീരിയറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 300 രൂപ ബഡ്ജറ്റിലാണ് ഇതും വന്നിട്ടുള്ളത്. 1:43 സ്കെയിലുള്ള ഇതിന് ഒരു 250-300 രൂപ റേഞ്ചിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു മോഡൽ കാണിച്ചുതരാം. പോർഷയുടെ തന്നെ കുറച്ച് വലിയൊരു സ്കെയിലാണ്. 1:24 സ്കെയിലുള്ള പാനമേറ എന്ന മോഡലിൻ്റെ ഒരു ഡൈകാസ്റ്റ് മിനിയേച്ചറാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ. ഇതിന് വന്നിട്ട് 1000 ഒരു 1200 രൂപ എന്തോ ആയിരുന്നു അന്ന് വാങ്ങിയപ്പോൾ ഇതിൻ്റെ വില. ഫുൾ ബാക്ക് മെക്കാനിസം, അതോടൊപ്പം തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 ഡോഴ്സും പിന്നെ അതിൻ്റെ ബോട്ടും എൻജിൻ റൂമും ഒക്കെ ഓപ്പണബിളാണ്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ ആണ്. 4 ഡോഴ്സ്, പിന്നെ അതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല പക്ക ഒറിജിനലിനെ പോലെ നല്ല ഡീറ്റെയിലിംഗ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇൻറ്റീരിയർ വരുന്നത് ബ്ലാക്ക് തീമിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡാഷ് ബോർഡൊക്കെ നല്ല ഒറിജിനാലിറ്റിയോട് തോന്നിക്കുന്ന രീതിയിൽ നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു 1:24 സ്കെയിലുള്ള ഈ ഒരു ഡൈകാസ്റ്റ് മോഡൽ. അടുത്ത ഒരു പോർഷയുടെ തന്നെ ഒരു കുഞ്ഞൻ കാറാണ്. അതായത് പോർഷെ 911 എന്ന മോഡലിൻ്റെ ഒരു കുഞ്ഞ് ഡൈകാസ്റ്റ് 1:43 സ്കെയിലുള്ള ഒരു കുഞ്ഞ് ഡൈകാസ്റ്റ് കാറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു ലോ ബഡ്ജറ്റാണ് കേട്ടോ. ഒരു 250-300 രൂപ റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ വില വരുന്നത്. ആ ഒരു വിലയ്ക്കുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. അതായത് ഇതിൻ്റെ 2 ഡോർസ് ഓപ്പണബിളാണ്, പക്ഷേ ബോണറ്റ് ഓപ്പണബിൾ അല്ല. അതോടൊപ്പം തന്നെ ലൈറ്റ്സ് ആൻഡ് സൗണ്ട് ഒന്നുമില്ല, ജസ്റ്റ് പുൾ ബാക്ക് മെക്കാനിസം മാത്രമേ ഇതിനുള്ളൂ. ഇതിന് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണമായിട്ട് തോന്നിയത് ഇതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡാണ്. അതായത് നാർഡോ ഗ്രേ എന്ന് പറയുന്ന ഒരു കളർ ഷെയ്ഡിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. നാർഡോ ഗ്രേ ഇപ്പോൾ അത്യാവശ്യം ഒരു ഒട്ടുമിക്ക കടകളിലും കാണാറുണ്ട്. ഈ ഒരു കളറിൽ തന്നെയുള്ള ഒരു BMW ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഡിമാൻഡുള്ളൊരു കളർ കൂടിയാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് പറയുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്നൊരു മോഡലാണ്, മെർസിഡസിൻ്റെ G-Wagon. അപ്പോൾ ഇതും ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് മോഡലാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് ഡോഴ്സ് ഒന്നും ഓപ്പണബിൾ അല്ല. അതോടൊപ്പം ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ തന്നെ ഉണ്ടാക്കുന്നൊരു സെൻഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഇന്ത്യൻ മേക്ക് സാധനമാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് ഒരുപാട് വട്ടം എൻ്റെ കയ്യിൽ താഴെ വീണിട്ടുണ്ട്, എന്നിട്ട് ഡാമേജ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു G-Wagon, ഈ ഒരു G-Wagon തന്നെ ഒരു കുഞ്ഞ് മോഡൽ കൂടി ഞാൻ കാണിച്ചു തരാം. 1:43 64 എന്ന് വേണമെങ്കിൽ ഇപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് വരും തോന്നുന്നു. പക്ഷേ ഇതൊരു ലോ ബഡ്ജറ്റ് മോഡലാണ്. ഇതൊരു 100 രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും നല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
ഡോർസ് ഒന്നും ഓപ്പണബിൾ അല്ല. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ജസ്റ്റ് ഒരു ജി വാഗണിൻ്റെ ഒരു ചെറിയൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊരു ജി വാഗൺ ഉണ്ടെന്ന് പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു കുഞ്ഞ് ജി വാഗൺ എന്ന് പറയുന്നത്. ഫുൾ ബാക്ക് മെക്കാനിസമാണ് ഇതിലുള്ളത്. ബാറ്ററി, ലൈറ്റും സൗണ്ടും ഒന്നുമില്ല. ജസ്റ്റ് ഒരു ജി വാഗൺ സ്വന്തമാക്കാം എന്നുള്ളതേ ഉള്ളൂ. അടുത്തൊരു ഐറ്റം നിങ്ങൾക്കെല്ലാം കണ്ടിട്ടുണ്ടാവും, റോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓഡി Q8 എന്നുള്ള മോഡലിൻ്റെ 1:24 സ്കെയിലുള്ള ഒരു അടിപൊളി ഒരു മിനിയേച്ചറാണിത്. ഇത് നേരത്തെ പോർഷെ പോലെ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. 1200 രൂപ റേഞ്ചിൽ വരുന്നൊരു പ്രോഡക്റ്റാണ്. ഇതിലും അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോർസ് എല്ലാം ഓപ്പണബിളാണ്. ലൈറ്റ്സ് ആൻഡ് സൗണ്ട് ഫെസിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ അലോയ് വീൽസിൽ പോലും നല്ല പക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഫുൾ ബാക്ക് മെക്കാനിസം ഉള്ളത്. ഇനി ഇതിൻ്റെ ഡോർസ് ഓപ്പണബിൾ ആയിട്ടുള്ള വ്യൂസ് കാണിച്ചു തരാം. എഞ്ചിൻ റൂം കണ്ടില്ലേ, നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇൻറ്റീരിയേഴ്സും ബ്ലാക്ക് തീം ആണെങ്കിലും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽ ലെവലിൽ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഡിക്കി സ്പേസിലുള്ള ഡീറ്റെയിലിംഗ് ആയാലും എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോസ്റ്റിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ. അതായത് നമ്മൾ ഡീറ്റെയിലിംഗ് കൂടുന്തോറും അതിൻ്റെ ആ ഒരു കോസ്റ്റും കൂടും. പൊതുവേ അങ്ങനെയാണ് ഡൈകാസ്റ്റ് മോഡൽസ് വരുന്നത്. അതിൻ്റെ വില കൂടുമ്പോൾ അതിലുള്ള ഡീറ്റെയിലിങ്ങും കൂടും, അതിൻ്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു മോഡലാണ് കേട്ടോ. അത് എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്, കണ്ടില്ലേ. ഇനി അടുത്തൊരു മോഡൽ കാണിച്ചു തരാം. ഒരു 3 പോയിൻറ്റ് സ്റ്റാർ, അതായത് നമ്മുടെ മെർസിഡസിൻ്റെ GLS എന്ന ഒരു SUV മോഡലാണ്. GLS 600 ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെ 1:43 സ്കെയിലാണ്. അതോടൊപ്പം തന്നെ ലോ ബഡ്ജറ്റ്, അതായത് 250-300 രൂപ റേഞ്ചിൽ വരുന്നൊരു പ്രോഡക്റ്റാണിത്. മെറ്റലാണ്. അതോടൊപ്പം തന്നെ 2 ഡോർസ് ഓപ്പണബിളാണ്. അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ ഉണ്ട്. അതിൻ്റെ ഇൻറ്റീരിയർ ആയാലും ഇതിലും ബ്ലാക്ക് തീമാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്നാണെങ്കിൽ പറയാം. ഡാഷ്ബോർഡ് ആയാലും പിന്നെ ആ ഒരു അലോയ് വീൽ ഡിസൈൻ, അതാണ് എനിക്ക് കൂടുതലായിട്ട് ആകർഷകമായിട്ട് തോന്നിയത്. അതായത് ഒറിജിനലിൻ്റെ അതേപോലെ തന്നെയുള്ള അലോയ് വീൽ ഡിസൈനാണ് ഇതിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലൈറ്റാണ്. അതോടൊപ്പം തന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് അല്ല, ഫുൾ ബാക്ക് മെക്കാനിസമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.